ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ അർത്ഥം പഠിക്കണം. അർത്ഥം അറിയാതെ ഖുർആൻ ഓതുന്നത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ കാര്യമാണ്. അത് സലഫുകൾക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്, മുൻഗാമികൾക്ക് അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ജീവിച്ച് മരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ഖുർആന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ചെറുപ്പത്തിൽ ചിലപ്പോൾ നമുക്ക് കഴിയില്ല, പക്ഷേ കഴിയുന്ന പരമാവധി നമ്മൾ ശ്രമിക്കണം. ഹിഫ്ലാക്കുന്ന ഭാഗങ്ങളുടെയൊക്കെ തഫ്സീർ പറ്റുമെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ തഫ്സീർ പഠിപ്പിക്കുന്ന ക്ലാസുകൾ നമ്മൾ ഒഴിവിനനുസരിച്ച് കേൾക്കുക. അങ്ങനെ നമ്മൾ ഓതുന്ന ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്? വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി. അവരിൽ ചില ഉമ്മിയീങ്ങളുണ്ട്. ഉമ്മിയീങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആളുകൾ, എഴുത്തുമാന്യം അറിയാത്ത ആളുകൾ. അവിടെ അക്ഷരാർത്ഥത്തിൽ എഴുതാൻ അറിയില്ല എന്നല്ല അവിടെ ഉമ്മിയൂൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ചില വിവരദോഷികൾ, ജാഹിലുകൾ എന്നാണ്. എന്താണ് ജാഹിൽ എന്ന് അവരെ വിളിക്കാൻ കാരണം? ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് അവരുടെ കിതാബ് അറിയില്ല, തൗറാത്ത് അവർക്ക് അറിയില്ല. ഇല്ല അമാനിയ, അവർക്ക് അറിയുന്നത് എന്താണ്? അത് ഓതാൻ അറിയാം എന്ന് മാത്രം. അതിന്റെ യഥാർത്ഥ ആശയം അവർക്കറിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആന്റെ അർത്ഥം പഠിക്കൽ ഓരോ മുസ്ലിങ്ങൾക്കും ഫർദല്ല എങ്കിലും കഴിവിന്റെ പരമാവധി പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു ന്യൂനത തന്നെയാണ്. അല്ലാഹു യഹൂദികൾ ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അർത്ഥം പഠിക്കാത്തത് കാരണം ഒരാൾ പിഴച്ചുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വീഴ്ച തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്.